Hi friends, എല്ലാവർക്കും A2Z ട്രിക്സിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള താൽക്കാലിക ഒഴിവുകൾ, ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകളാണ്. അപ്പോൾ ഇതിന് എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നില്ല, ജസ്റ്റ് ഇന്റർവ്യൂ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലുള്ളവർക്കൊക്കെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ഇനി താൽക്കാലിക ഒഴിവുകൾ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നോക്കാം ഓരോ സ്ഥാപനങ്ങളും അതിലേക്ക് വരുന്ന താൽക്കാലിക ഒഴിവുകളും നോക്കാം. ആദ്യത്തെ നോക്കാം, CETയിൽ ഡ്രൈവർ താൽക്കാലിക നിയമനമുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ ഡ്രൈവർ താൽക്കാലിക തസ്തികയിൽ ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 10 രാവിലെ 10 പ്രധാന ഓഫീസിൽ. അഭിമുഖത്തിൻ്റെയും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് പട്ടിക പ്രകാരമായിരിക്കും നിയമനം. പ്രായപരിധി 30 to 50 വയസ്സ്. യോഗ്യത SSLC, ഹെവി ഡ്യൂട്ടി ലൈസൻസ്, ബാഡ്ജ്, 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ഈ ഒരു അഭിമുഖത്തിനായിട്ട് നിങ്ങൾക്ക് ജൂലൈ 10 രാവിലെ 10 പ്രധാന ഓഫീസിൽ പോയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. 0471251556 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഡ്രൈവിങ്ങിലൊക്കെ എക്സ്പേർട്ടുള്ള ആളുകളൊക്കെ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുണ്ടെങ്കിൽ അവരോട് പോകാൻ പറയാം. നെക്സ്റ്റ് നോക്കാം, ജില്ലാ സായുധ സേന ക്യാമ്പിൽ ഒഴിവ്. കാസർഗോഡ് ജില്ലാ സായുധ സേന ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർമാരുടെ ഒഴിവുകളിലേക്ക് സ്വീപ്പർ 2, കുക്ക് 1, ബാർബർ 1, ധോബി 1, 645 രൂപ ദിവസവേതന അടിസ്ഥാനത്തിൽ 59 ദിവസത്തേക്ക് നിയമിക്കുന്നു. ഈ ഒഴിവുകളിലേക്ക് യോഗ്യരായവരെ നിയമിക്കുന്നതിന് കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 10 കാസർഗോഡ് ജില്ലാ സായുധ സേന ക്യാമ്പിൽ നടത്തും. താല്പര്യമുള്ളവർ ആധാർ കാർഡിന്റെ പകർപ്പുമായി അന്നേ ദിവസം രാവിലെ എത്തണം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ന്യൂസുകളാണ്. അതാണ് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും സംശയം വേണ്ടാന്നിട്ട് വേറെ നമ്പറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്പർ ഉള്ളത് ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ ഇല്ലാത്തത് നമ്പർ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തത്. പിന്നെ ഈ ഒരു ജോബ് ഒഴിവിന് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടും കാര്യമില്ല, കാരണം എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയില്ല. അവിടെ വെബ്സൈറ്റിൽ കൊടുത്ത ന്യൂസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തു തരുന്നത്. അടുത്തത് ലൈബ്രറി ഇൻറ്റേൺസ് നിയമനം. മങ്കട ഗവൺമെൻറ്, മലപ്പുറം ജില്ലയിലെ മങ്കട ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ലൈബ്രറി ഇൻറ്റേൺസ് ഒഴിവ്. BLIS അല്ലെങ്കിൽ MLIS റെഗുലർ ബിരുദധാരികൾക്കാണ് അവസരം. പ്രതിമാസം 12,000 രൂപ ലഭിക്കും. താല്പര്യമുള്ളവർ ജൂലൈ 9 രാവിലെ 10:30 പ്രിൻസിപ്പാളിൻ്റെ ചേംബറിൽ കൂടിക്കാഴ്ചയ്ക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. നെക്സ്റ്റ്, ഫാർമിസ്റ്റ് താൽക്കാലിക നിയമനമാണ്. ഐരാണിമുട്ടം സർക്കാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ഫാർമിസ്റ്റിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC CCP ഹോമിയോ പാസ് ഓർ NCP ഹോമിയോ പാസ് എന്നിവയാണ് യോഗ്യത. ജൂലൈ 5 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. നെക്സ്റ്റ് നോക്കാം, ECG ടെക്നീഷ്യൻ ഒഴിവ്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ ഒഴിവ്. യോഗ്യത VHSC ECG ആൻഡ് ഓഡിയോ മെട്രിക് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സാവണം. പ്രവൃത്തി പരിചയം അഭികാമ്യം. താല്പര്യമുള്ളവർ ജൂലൈ 5 രാവിലെ 10 സർട്ടിഫിക്കറ്റിൻ്റെ അസലുമായി അഭിമുഖത്തിന് എത്തണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 0492224549 എന്ന് പറയുന്ന നമ്പറിലേക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കാവുന്നതാണ്. അടുത്തത്, കോട്ടയം സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറികളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമിസ്റ്റ് നിയമനത്തിന് ജൂലൈ 5 രാവിലെ 11 വാക്കിൻ ഇന്റർവ്യൂ നടത്തും. സർക്കാർ അംഗീകൃത NCP CCP യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പ്രായപരിധി 45 വയസ്സ്. യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം രാവിലെ 10:30 നാഗമ്പടം ബസ് സ്റ്റാൻഡിനു സമീപം സെന്റ് ആന്റണീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ എത്തണം.
ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 048125835116. അടുത്ത് നോക്കാം, കുക്കിന് ആവശ്യമുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന GRFTHS4 ഗേൾസ് സ്കൂളിലെ കുക്ക് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 4 രാവിലെ 11:30. 4-ാം തീയതിയാണ്, ജൂലൈ 4-നാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെയാണ്. രാവിലെ 11:30 സ്കൂൾ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, സ്ത്രീകൾക്ക് മാത്രമാണ് അവസരം, അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാവണം. അടുത്തത് വാർഡൻ നിയമനം. അവിടെ തന്നെയാണ് വാർഡൻ നിയമനം. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് പെൺകുട്ടികൾ മാത്രം. അവിടെ കുക്കിൻ്റെ ഒഴിവുണ്ട്, വാർഡൻ്റെ ഒഴിവുണ്ട്. അത് 4-ന് തന്നെയാണ്. 11-നാണ് സ്കൂൾ ഓഫീസ് നടത്തും. താല്പര്യമുള്ളവർ ഡിഗ്രി പാസ്സായതും 40 വയസ്സിനു താഴെയുമുള്ള ഉദ്യോഗാർത്ഥികൾ, സ്ത്രീകൾ മാത്രമാണ്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ നമ്പർ 046722039446 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അടുത്ത നോക്കാം, വർക്കർ ഓർ ഹെൽപ്പർ നിയമനം. തൃശ്ശൂർ ചാവക്കാട് ICDSന് കീഴിലുള്ള പുന്നയൂർകുളം പഞ്ചായത്തിലെ അംഗൻവാടികളിലെ വർക്കർ ഓർ ഹെൽപ്പർ സ്ഥിര ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 46-നും ഇടയിൽ പ്രായമുള്ള വനിതകളായിരിക്കണം അപേക്ഷകർ. 10-ാം തരം പാസ്സായവർക്ക് വർക്കർ തസ്തികയിലേക്കും 10-ാം തരം പാസ്സാകാത്തവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. അപേക്ഷ ജൂലൈ 20 വരെ ചാവക്കാട് ICDS ഓഫീസിൽ സ്വീകരിക്കും. ഫോൺ നമ്പർ 0487250777 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, കോട്ടയം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഫെസിലിറ്റേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് ജൂലൈ 4-ന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA ഓർ DCA സമാന യോഗ്യതകളും 1 വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ജില്ലയിലെ സ്ഥിരം താമസക്കാർക്ക്, കോട്ടയം ജില്ലയിലെ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ, ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഓർ DOA, ടൈപ്പ് റൈറ്റിംഗ് മലയാളവും ഇംഗ്ലീഷും യോഗ്യതയും, ഡാറ്റ എൻട്രിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ യോഗ്യത. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10-ന് കളക്ടറേറ്റിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെത്തണം. അപ്പോൾ കോട്ടയം ജില്ലയിലുള്ളവർക്ക് ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് സർക്കാർ അധികാരം അതുപോലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനി ഈ എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇത്തരത്തിലുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റു വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.